സുഹൃത്തുക്കളെ, ആരിസ് വൈദ്യരാണ്. ഞങ്ങൾ ഇന്നലെ വൈത്തിരി ഹോസ്പിറ്റലിലായിരുന്നു ഫുൾ ടൈം. അപ്പോൾ ഈ ഒരു അപകടം കണ്ടില്ലേ? ഈ ഒരു അപകടം കാണാത്ത ആളുകൾ കേരളത്തിൽ ചുരുക്കമായിരിക്കും. അപ്പോൾ ഈ ഒരു ടാങ്കർ റോഡ് ക്ലീൻ ചെയ്യാനും മറ്റും കഴുകാൻ ഉപയോഗിച്ച ടാങ്കറാണ്. അപ്പോൾ അത് ഈ ഒരു കറുത്ത കോട്ടിട്ട് ഒരാൾ അങ്ങോട്ട് ഓടുന്നുണ്ട്. അയാൾ എന്തുദ്ദേശം വെച്ച് ഓടിയതാണെന്ന് അറിയില്ല. അപ്പോത്തിനാണ് ഒന്നായിട്ട് ആ വെള്ളം പ്രൈവറ്റ് ബസ് അടക്കം പോയ രീതിയിൽ വന്നത്. അപ്പോൾ കോട്ടിട്ട ആൾ ഇങ്ങോട്ട് തന്നെ ഓടുന്നുണ്ട്. പക്ഷേ പാലത്തുമ്പോൾ തട്ടിയിട്ട് പിന്നെ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അങ്ങനെ ഒരു ദമ്പതികൾ കണ്ടില്ലേ, ഒരു ഓടി വന്ന് ആ ലോറിൻ്റെ അത് കറക്റ്റ് കണ്ടോ, ദൈവം കൊണ്ടെത്തിച്ച മാതിരി. ഏതായാലും ഇങ്ങനെ ഒരു അപകടം ഇനി ഉണ്ടാകാതിരിക്കട്ടെ. വൈത്തിരി പഞ്ചായത്ത് വൈറ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ വൈത്തിരിയിലേക്ക് കൊണ്ടുവരുന്ന താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന ബോഡി സുരക്ഷിതമായി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസറും കാര്യങ്ങളും അതിലേക്കുള്ള കറണ്ടുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ വൈറ്റ് ഗാർഡിൻ്റെ അംഗങ്ങളും പല സംഘടനൻ്റെയും ആളുകളും വൈത്തിരി ഹോസ്പിറ്റൽ ജീവനക്കാരും എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആളുകൾക്കുള്ള ചായ CH സെൻ്ററിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും തഹസിൽദാറും ഹോസ്പിറ്റൽ ജീവനക്കാരും എല്ലാവരും സജീവമായിട്ട് എല്ലാ സംഭവത്തിനും ഉണ്ട്. പല സംഘടനൻ്റെ ആളുകളും എല്ലാവരും ഉണ്ട് കേട്ടോ. നാട്ടുകാരും വൈത്തിരി പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് തൊഴിലാളികളും മെമ്പർമാരും എല്ലാവരും സജീവമായി ഒരു ദൗത്യത്തിൽ പങ്കുചേരാൻ വേണ്ടി വൈത്തിരി ഹോസ്പിറ്റൽ പരിസരത്ത് തന്നെ രാത്രി ഏറെ വൈകിട്ടും ഉണ്ടായിരുന്നു. പോലീസുകാർ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 3 ബോഡി ഇവിടെ എത്തിയിട്ടുണ്ട്. 3 ബോഡി വന്ന ഒരാൾ ഛത്തീസ്ഗഡാണ്, മറ്റേ 2 ആളുകളും അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ്. ഇങ്ങനൊരു ദുരന്തം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വൈത്തിരി ഹോസ്പിറ്റലിൽ 7ഓളം ഫീസറുകൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കിട്ടിയ 3 ബോഡിയും പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത് വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിൽ ഫീസറിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ 3 ബോഡിയും അവിടുത്തെ ജോലിക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി 5ഓ 6ഓ ആളുകളെ കിട്ടാനുണ്ട്. അപ്പോൾ കൂടുതൽ മരണങ്ങളില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സഹോദരൻ അന്യസംസ്ഥാന തൊഴിലാളി കേട്ടോ. വയനാട് വൈത്തിരി ഹോസ്പിറ്റലിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തുന്ന ബോഡി അപ്പോഴപ്പോൾ പെട്ടെന്ന് അത് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത് ഡോക്ടർമാരായാലും വൈത്തിരി ഹോസ്പിറ്റലിൽ ഉദ്യോഗസ്ഥന്മാരായാലും തൊഴിലാളികളായാലും എല്ലാവരും ഭയങ്കര സെറ്റപ്പായിട്ടാണ് നിന്നിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട D. സിദ്ദീഖ് മന്ത്രി അവർ രാത്രി ഏറെ വൈകി 10 മണിയോടുകൂടി വൈത്തിരി ഹോസ്പിറ്റലിലെത്തി മെഡിക്കൽ കോളേജിലേക്ക് 3 ബോഡിയും കയറ്റി വിടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം എല്ലാവരും കുറേശ്ശെ ഭക്ഷണം കഴിച്ച് അവിടുന്ന് പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ സംഘടനൻ്റെ ആളുകളും സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അത് എടുത്തു പറയേണ്ടത് എല്ലാ ആളുകളും എല്ലാവിധ നമ്മളെ പഞ്ചായത്ത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സംഘടനകളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഒരേ രീതിയിൽ സഹകരിച്ച ഒരു കാഴ്ചയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞ്. ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി 10 മണി വരെയുള്ള സംഭവമാണ് ഞാൻ വിവരിച്ചത്. അപ്പോൾ കുന്നും ചെരുവിലും വീട് ഭീഷണിയുള്ള ആളുകളും പുഴ സൈഡിലൊക്കെ ഉള്ള ആളുകൾ പരമാവധി കുടുംബക്കാരൊക്കെ വീട്ടിലേക്ക് മാറി താമസിക്കണം. അവിടെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് വിട്ടുപോകില്ല എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി നിന്നാൽ എന്താ അറിയോ, ജീവൻ നഷ്ടപ്പെടും. ഇപ്പോൾ കണ്ടില്ല, അവിടെ നിന്ന് അങ്ങോട്ട് ആളുകൾ ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. ആ ലോറിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇടത്തെ സൈഡിൽ നിന്ന് കുറേ ആളുകൾ ഓടുന്നതായിട്ട് കണ്ടു. അങ്ങനെ ദുരന്തം നടക്കുമ്പോൾ അവിടെ പോയി നിൽക്കാതിരിക്കുക പരമാവധി. അതാണ് പറയാറ്. ജീവനോട് ഉണ്ടായിരിക്കട്ടെ, എല്ലാവരും ജീവനോട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ജാഗ്രത പാലിക്കണം. ഓക്കെ.